1 വർഷം കഴിഞ്ഞു. റിസ്കി ആണെന്ന് അറിഞ്ഞിട്ടും ഡോജെ ആ സർജറി ചെയ്തു. ഇപ്പോൾ ഭേദമായി. അമ്മയെ തിരിച്ചറിഞ്ഞു കണ്ണു തുറന്നപ്പോൾ. കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ തിരിച്ചു വരാൻ പറ്റുമായിരിക്കും എന്ന് വന്ന് സേറയുടെ അടുത്ത് അമ്മ പറയും. സേറ അമ്മയ്ക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും. ഞാൻ ഡോജയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ എയർലൈൻസ് ഡോജയുടെ എയർലൈൻസിനെ ബീറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതാണ് സേറയുടെ എൻകറേജ്മെന്റ്. ഞങ്ങൾക്ക് എപ്പോഴാണ് നിന്റെ ഗേൾഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇൻഹോ ഒന്നും മിണ്ടാതെ എഴുന്നേക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അനിയത്തിയടുത്ത് പറയും ഒന്നും മിണ്ടിപ്പോരുതെന്ന്. അപ്പം അമ്മ അവന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കും. ഇൻഹോ അതുകൊണ്ട് ഭൂമിയുടെ അടുത്താണ് വരുന്നത്. എനിക്ക് സേകിയെ കാണണം, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കും. ഇപ്പം എന്തായാലും നീ അങ്ങോട്ടേക്ക് വരണ്ട, ആളുകളൊക്കെ നിന്നെ ശ്രദ്ധിക്കും. സേകി കുഴപ്പമൊന്നുമില്ല, ആദ്യം ചെന്ന കൂട്ടല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അധികം താമസിക്കാതെ ഞാൻ സേകിയും കൊണ്ട് സോളിലേക്ക് തിരിച്ചു വരും, അവളെ കൊണ്ട് വീണ്ടും അഭിനയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഭൂമി പറയും. സേകി താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടില് അപ്പുറത്തുള്ള 3 സ്ത്രീകൾ വന്നെന്ന് സംസാരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടു എന്ന് ഒരാൾ പറയുമ്പോൾ ഞാനൊരു അമ്മൂമ്മയാണ് കണ്ടതെന്ന് രണ്ടാമത്തെ ആളും, അതല്ല ഒരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടതെന്ന് മൂന്നാമത്തെ ആളും പറയും. അമ്മയും മോളും കൊച്ചുമോളും കൂടിയാണ് അവിടെ താമസിക്കുന്നത്. അമ്മ ജോലിക്ക് പോകുമ്പോൾ അമ്മൂമ്മ കൊച്ചുകുട്ടിയെ നോക്കുന്നതായിരിക്കുമെന്ന് അവർ അസ്യൂം ചെയ്യും. അന്നേരമാണ് ഭൂമി അവിടേക്ക് വരുന്നത് പെൺകുട്ടി ഭൂമിയാണെന്ന് അവരങ്ങ് തീരുമാനിക്കും. ഇവരുടെ അടുത്തൊന്നും ചോദിക്കുന്നില്ല. ഭൂമി അവരെ നോക്കിയിട്ട് ചിരിച്ചകത്തേക്ക് കയറിപ്പോവും, സംസാരിക്കാൻ നിൽക്കുന്നില്ല. സേകി കുറെ ബുക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നേക്കുകയാണ് ഭൂമി. നോക്കുമ്പോൾ അവൾ വീണ്ടും സ്വെറ്ററൊക്കെ നിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രാമത്തെയാണ് ഈ ചെയ്യുന്നതെന്ന് ഭൂമി ചോദിക്കുന്നുണ്ട്. വീണ്ടും ആക്ട് ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്വെറ്ററൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സേകി ഇത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അധികം താമസിക്കാതെ നമുക്ക് സോളിലേക്ക് തിരിച്ചു പോകണമെന്ന് ഭൂമി പറയും. പക്ഷെ എനിക്കിനിയും അഭിനയിക്കേണ്ടെന്നാണ് സേകി പറയുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് സേകിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഭൂമി. പക്ഷെ അതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാവും. ഡോക്ടർ ഓ സ്വീഡനിലാണ്, അവിടേക്കാണ് സർജറിക്ക് വേണ്ടിയിട്ട് ഡോജയും ചെന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സർജറി ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ ആ റിസ്കി ആണെന്ന്, എന്തുകൊണ്ടാണ് ഇപ്പം ചെയ്തതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എനിക്ക് ആളുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലായിരുന്നു കാര്യം. ഒരാൾ ഞാൻ കാരണം വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്ന് പറയും. ഇപ്പം ഈ സർജറിയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അന്നത് 5% ആയിരുന്നു. അതുകൊണ്ടുകൂടി ആണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. എന്തായാലും ഇത്രയും വർഷം എന്നെ ഹെൽപ്പ് ചെയ്ത ഡോക്ടറിനെ എനിക്ക് കാണാനായിട്ട് പറ്റിയല്ലോ, അതിൽ സന്തോഷമുണ്ടെന്ന് ഡോജെ പറയും. ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാം ഫോട്ടോ കൊടുത്തിട്ട് ജൂഹാൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. ഡോജെ എല്ലാം കൃത്യമായിട്ട് പറയും. അന്നേരം ഭൂമിയുടെ മെസ്സേജ് വരും. സേകിയുടെ രഹസ്യമായിട്ട് എടുത്ത ഫോട്ടോ ഒക്കെയാണ് അയച്ചു കൊടുത്തേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊക്കെ പോകുന്നു എന്ന് പറയും. അത് കഴിയുമ്പോൾ ഡോജെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കും. അത് സേകിയുടെയാണ്. സേകി ഇപ്പോൾ ബുക്സ് ഒക്കെ വാങ്ങിക്കുന്നത് ഇതുപോലെ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സേകിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് അവളുടെ വീട്ടിൽ കാണാനായിട്ട് ചെന്നത് ഡോജെ ഓർക്കും. ബെല്ലൊന്നും അടിക്കുന്നില്ല, പുറത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു ലെറ്റർ വെച്ചിട്ടാണ് പോകുന്നത്. അവൻ പോയി കഴിയുമ്പോഴാണ് സേകി പുറത്തിറങ്ങുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നു. അത് ഡോജയുടെ അടുത്തു നിന്നുള്ള ലെറ്റർ ആയിരുന്നു. പോകുന്നതിന് മുമ്പ് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ കരയുന്ന സേകിയെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ യാത്ര ചോദിക്കാതെ പോകുന്നത്. ഞാൻ കാരണം വിഷമിക്കുന്നത് ഇനി എനിക്ക് കാണാൻ വയ്യ. ഞാൻ തിരിച്ചു വരുന്നത് വരെ ജീവനോടെ ഇരിക്കണം എന്നാണ് ആ ലെറ്ററിലുള്ളത്. ഇത് വായിച്ചു കഴിയുമ്പോൾ സേകി എന്താ പറ്റിയെന്ന് അറിയാതെ പുറത്തൊക്കെ ഇറങ്ങി നോക്കും, പക്ഷെ ഡോജയെ കാണത്തില്ല. അങ്ങനെ ഡോജയും ജൂഹാനും കൂടി സ്വീഡനിൽ നിന്ന് തിരിച്ച് കൊറിയയിലേക്ക് വരുവാണ്. വരുമ്പോഴത്തേക്കും അവിടെ സേകിയുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വെച്ചേക്കുന്ന ഹോർഡിംഗ് കാണും. ഇപ്പോൾ അവന് സേകിയെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. സേകി റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത അഡ്വർടൈസ്മെന്റ് ആണത്. അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളുടെ സെയിൽസ് ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്, സ്റ്റോക്ക് പ്രൈസ് ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം സേകിയോടാണ് നന്ദി പറയേണ്ടത്. പേടിക്കേണ്ട, നമുക്ക് ഉടനെ തന്നെ സേകിയെ കാണാമെന്ന് ജൂഹാൻ പറയും. ഇൻഹോ അമ്മയെ കാണാനായിട്ടാണ് വരുന്നത്. അമ്മ ഇവനെ കാണുമ്പോൾ പ്രതീക്ഷയോടെ നോക്കും, പക്ഷെ പണ്ട് ചെയ്തിരുന്ന കൂട്ട് അമ്മയെ പാസ് ചെയ്ത് ഇവൻ പോകും. അമ്മ ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവൻ തിരിച്ചു വന്നിട്ട് അമ്മയെ കാണാൻ 10 വർഷം മുമ്പ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നതെന്ന് പറയും. അന്നേരമാണ് അമ്മയ്ക്ക് ആശ്വാസമാവുന്നത്. അത് കഴിഞ്ഞ് ചെല്ലുന്നത് സേറയെ കാണാൻ വേണ്ടിയിട്ടാണ്. സ്കെയറി ആയിട്ടുള്ള ഒരാളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എത്ര കൈൻഡ് ആയിട്ടുള്ള ഫേസ് ആണ് സേറയ്ക്കെന്നാണ് ഡോജെ പറയുന്നത്. അവൻ തിരിച്ചു വന്നു എന്നറിയുമ്പോൾ സേറയ്ക്ക് സന്തോഷമാണ്. ഡോജെ തിരിച്ചു വന്നു, കണ്ണൊക്കെ ശരിയായി, ജോലിക്ക് ജോയിൻ ചെയ്തു. താമസിയാതെ സേകിയും തിരിച്ച് ആക്ടിങ്ങിലേക്ക് വരുമായിരിക്കും. കാരണം വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഡോജെ സമ്മതിക്കത്തില്ല. സേകി ഒരു കാര്യമില്ലാതാണല്ലോ റിട്ടയർ ചെയ്തതെന്ന് സേറ ഇൻഹോയുടെ അടുത്ത് പറയും. ഇൻഹോയെ വീട്ടിൽ കൊണ്ടുവിടുന്നത് സേറയാണ്, പക്ഷെ വീടിന്റെ അടുത്ത് കൊണ്ടുവിടാനായിട്ട് ഇൻഹോ സമ്മതിക്കത്തില്ല. വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും എന്ന് പറയും. അതെന്താന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സേറയ്ക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് ഇൻഹോ പറയുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ അത്
ഇൻഹോയുടെ വീട്ടുകാർക്കായിരിക്കണം. കാരണം എന്നെ പോലെ ഒരു ഗേൾ ഫ്രണ്ടിനെയാണല്ലോ ഇൻഹോയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്നുടനെ സെറ പറയും. പോകാൻ നേരത്ത് ഇതുവരെ കാറിൽ കൊണ്ടുവിട്ടതിന് എനിക്ക് തിരിച്ചെന്തെങ്കിലും വേണം എന്ന് പറയും. അപ്പോൾ ഇൻഹോ സെറയെ കിസ് ചെയ്യും. പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യും സേഗി. അത് കഴിഞ്ഞിട്ട് പഴയ കമന്റ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് സേഗി തന്നെയല്ലേ, സേഗിയുടെ സൗണ്ട് ആണല്ലോ ഇതെന്നൊക്കെ. ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ഇപ്പോൾ ഡോജെ കേൾക്കുന്നത്. അത് സേഗിയുടെ സൗണ്ട് ആണെന്ന് ഡോജയ്ക്ക് അറിയാം. പിറ്റേ ദിവസം സേഗി ഭൂമിയെ വിളിച്ചിട്ട് പറയും, ഞാൻ പപ്പിയും കൊണ്ട് നടക്കാനായിട്ട് പോവുകയാണ്. ഇതുവരെ വീടിൻ്റെ മുറ്റത്തുനിന്ന് അതിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അതിനെ കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു. ഞാൻ ലൈബ്രറിയിലും കൂടെ പോവുകയാണെന്ന് പറയും. ഭൂമിക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അവൾ ഇതുവരെ വീടിന് പുറത്ത് പോയിട്ടില്ല. ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ പുറത്ത് പപ്പയെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ടാണ് ഇവൾ അകത്തേക്ക് പോകുന്നത്. അവളെ കാണാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്ന ഡോജെ പപ്പയെ കണ്ട് തിരിച്ചറിഞ്ഞ് അവിടെ ഇറങ്ങും. ഇപ്രാവശ്യം ഡോജയെ കാണുമ്പോൾ അത് കുറയ്ക്കത്തില്ല. ലൈബ്രറിക്കകത്ത് കാണുമെന്ന് മനസ്സിലാക്കിയിട്ട് ഡോജെ അകത്തേക്ക് ചെല്ലും. പക്ഷെ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. ബുക്കെല്ലാം എടുത്ത് സേഗി തിരിച്ചു വരുമ്പോൾ പപ്പി ഇവളെ നോക്കി കുരയ്ക്കും. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഓടും. ഇവളുടെ കയ്യിൽ നിന്ന് ബുക്കെല്ലാം കൂടി താഴെ പോകും. അതെല്ലാം പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റിലത്തെ ബുക്ക് എടുത്ത് കൊടുക്കുന്നത് ഡോജയാണ്. ഡോജയെ കണ്ട് ഇവള് ഫ്രീസ് ആയിട്ടിരിക്കും. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവള് ഡോജയെ ഹഗ് ചെയ്യും. രണ്ടുപേരും പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സേഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്കി ആയിട്ടുള്ള സർജറിക്ക് ഡോജെ സമ്മതിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. വഴക്ക് പറയും, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാരണം സേഗി സങ്കടപ്പെടുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണെന്നാണ് ഡോജെ പറയുന്നത്. 2 പ്രാവശ്യം ഞാൻ ഓൾറെഡി എൻ്റെ ലൈഫ് റിസ്ക് ചെയ്തു, അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ലൈഫ് സേഗിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഡോജെ പറയുമ്പോൾ അവൾ സമ്മതിക്കും. അന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവൾ അത്രയും കാലം നിറ്റ് ചെയ്ത സ്വെറ്റേഴ്സ് ഒക്കെ ഡോജയ്ക്ക് കൊടുക്കും. അവനതെല്ലാം കറക്റ്റ് സൈസാണ്. പിറ്റേ ദിവസം തിരിച്ചവൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഇനി ഞാൻ ഒളിച്ചോടത്തില്ല, ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് സേഗി അവനെ വിടുന്നത്. അതിനുശേഷം ഭൂമിയെ വിളിക്കും, ഞാൻ സോളിലേക്ക് തിരിച്ചു വരാൻ റെഡിയാണെന്ന് പറയും. സേഗിയെ വീണ്ടും ഡേറ്റ് ചെയ്യുകയാണെന്ന് ഡോജെ അമ്മയടുത്ത് പറയും. അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അവനെ വേണ്ട എന്ന് പറഞ്ഞു പോയ സേഗിയെ വീണ്ടും ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതെല്ലാം അമ്മയുടെ തെറ്റിദ്ധാരണയാണ്. ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് കൃത്യമായ സമയം പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാമെന്നാണ് ഡോജെ പറയുന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ എന്ത് തീരുമാനം എടുത്താലും അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണോ തോന്നുന്നത് ആ രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് അമ്മ ഡോജയ്ക്ക് ധൈര്യം കൊടുക്കും. എപ്പോഴെങ്കിലും എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നും പറയും. തിരിച്ച് സേഗി വീട്ടിൽ വരുമ്പോൾ ഇൻഹോയ്ക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ട് ഭൂമിയെ പറ്റി. സേഗി ഇല്ലാഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ല. ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് ദേഷ്യം വരും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിക്കർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ സേഗിക്ക് സന്തോഷമാവും. ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിൽ തിരിച്ചു വന്നതുപോലെ തോന്നുന്നു എന്നാണ് അവൾ മനസ്സിൽ വിചാരിക്കുന്നത്. സേഗി അവിടുന്ന് ഡോജയെ കാണാനായിട്ട് വരും. എപ്പോഴും എന്നെയാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഞാൻ തിരിച്ച് വെയിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് സേഗി പറയുമ്പോൾ നല്ല സമയത്താണ് വന്നത്. കമ്പനി റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒഫീഷ്യലായിട്ട് ഡോജയെ അന്നാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അവരവിടുന്ന് ഡോജയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ട്രാൻസ്ഫോം ചെയ്ത സേഗിയുടെ ഫോട്ടോസ് എല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് ഇതിൽ ഏതാണ് സേഗി എന്ന് തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടാണ്, സേഗിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷെ എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, എനിക്ക് സേഗിയെ തിരിച്ചറിയാലോ എന്ന് ഡോജെ പറയും. ഡോജെ പോലെ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്ന് സേഗി പറയുമ്പോൾ അങ്ങനെയല്ല, സേഗിയെ മീറ്റ് ചെയ്യാൻ ഞാനാണ് ഭാഗ്യം ചെയ്തതെന്ന് ഡോജെ പറയും. ഇവരന്നേരം ഇവളുടെ പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ടേ ഇൻഹോയും ഭൂമിയും ഇപ്പം എൻ്റെയും ഫ്രണ്ട്സ് ആണെന്ന് ഡോജെ ഓർമ്മിപ്പിക്കും. അവർ നല്ല ലോയൽ ആണെന്ന് അവൻ പറയും. അത് സേഗി സമ്മതിച്ചു കൊടുക്കും. എനിക്ക് സേഗിയെ വീണ്ടും ഒരു ഫിലിമിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഡോജെ പറയുമ്പോൾ സേഗി അതിന് വഴിയുണ്ടാക്കാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കും. പുതിയ സിനിമയ്ക്ക് പറ്റിയ ഒരു ആക്ടറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഭൂമി ഒരു ഡയറക്ടറിനെ ചെന്ന് കാണും. അയാൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. പുതിയ ആളാണോ, ടാലന്റഡ് ആണോ, എങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ. ഞാൻ സേഗിയുടെ മാനേജറായിരുന്നു, സേഗിയുടെ കമ്പനിയുടെ CEO ആണ്, അങ്ങനെയുള്ള ഞാൻ എന്തായാലും കഴിവില്ലാത്ത ഒരാളെ പരിചയപ്പെടുത്തി തരത്തില്ലല്ലോ എന്ന് ഭൂമി തിരിച്ചു ചോദിക്കും. സേഗിയാണ് അന്നേരം അങ്ങോട്ടേക്ക് വരുന്നത്. സേഗിയെ കാണുമ്പോൾ തന്നെ ഡയറക്ടർക്ക് സന്തോഷമാവും. അവർ കോൺട്രാക്ട് സൈൻ ചെയ്യും. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങും. ഒരു സീൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് ആവുന്നുടനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ, കാണാൻ വന്ന ആളുകൾ സേഗിയെ ക്രിറ്റിസൈസ് ചെയ്യും. ഇനി അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ആൾ എത്ര പെട്ടെന്നാണ് തിരിച്ചു വന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ സേഗി ഒന്നും പറയണ്ടെന്ന് ഭൂമി എടുത്ത് പറയും. അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ, അതിനൊന്നും മറുപടി പറയാൻ പോണ്ടെന്ന് പറയും. ഷൂട്ടിംഗ് കഴിഞ്ഞ് സേഗിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഡോജെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എയർലൈൻസിന്റെ മോഡലായിട്ട് വീണ്ടും സേഗിയെ തിരഞ്ഞെടുത്തു. അതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് അവിടെ കൊടുക്കും. ഭൂമിയുടെ കൊടുത്താൽ ഭൂമി പിക്കിയാണ്, ചിലപ്പോൾ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ടാണെന്നാണ് ഡോജെ പറയുന്നത്. അവൾ അതൊന്നും നോക്കാതെ സൈൻ ചെയ്യും.
ഞാൻ എപ്പോഴും പറയാറുണ്ട് വായിച്ചു നോക്കിയിട്ടേ സൈൻ ചെയ്യാവൂ എന്ന് ഡോജെ പറയുമ്പോൾ ഇവളിത് തിരിച്ചു നോക്കും. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്ന കൂട്ട് അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഡോജെ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. റെഡ് ഡ്രസ്സ് ധരിക്കണം, യാത്രകളിലൊക്കെ കൂടെ ചെല്ലണം എന്നൊക്കെ. ഇനിയിപ്പോൾ റെഡ് ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് സെഗി ചോദിക്കുമ്പോൾ എൻ്റെ ഐഡിയൽ പെൺകുട്ടി റെഡ് ഡ്രസ്സ് ഇട്ട പെൺകുട്ടിയാണെന്ന് ഡോജെ പറയും. സെഗിയുടെ ഫോട്ടോസ് എല്ലാം തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർ അറേഞ്ച് ചെയ്യും ഫോട്ടോ റൂമിൽ. എന്നിട്ട് ആ വലിയ ഫ്രെയിമിൽ ഡോജയുടെയും സെഗിയുടെയും കൂടി ഫോട്ടോയാണ് ഒന്നിച്ച് വെക്കുന്നത്. ഇപ്പോൾ അവന് എല്ലാവരെയും കാണാം, കൃത്യമായിട്ട് തിരിച്ചറിയാം എന്നുള്ള ഒരു റിയലൈസേഷൻ സെഗിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കും, ഇനി ഞാൻ മാറിയാലും എന്നെ ഇതുപോലെ സ്നേഹിക്കാനായിട്ട് പറ്റുമോ എന്ന്. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ, എന്നെ വിശ്വസിക്കൂ, എങ്ങനെയായാലും ഞാൻ സെഗിയെ സ്നേഹിക്കുമെന്ന് ഡോജെ ഉറപ്പ് കൊടുക്കും.